നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ കാലവർഷം അതിശക്തം. ദേവികുളം താലൂക്കിലെ മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 4 കുടുംബങ്ങളിൽ നിന്നുള്ള 17 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴ തുടരുന്നതിനാൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേന ജില്ലയിൽ. കാലവർഷം ശക്തമായതോടെ മലയിടിച്ചിൽ ഭീതിയിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ്. മുൻവർഷങ്ങളിൽ മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ച ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത് നിരവധി തവണ. ഗ്യാപ്പ് റോഡിലെ മലയിടിച്ചിൽ ഭീഷണി മുൻകൂട്ടി അറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്ന ദേശീയപാത വിഭാഗത്തിന്റെ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഇടുക്കിയിലെ കർഷകരെ കുടിയിറക്കാനുള്ള ഗൂഢാലോചനകൾ വനംവകുപ്പ് വഴി സർക്കാർ നടപ്പിലാക്കുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP. വനംവകുപ്പിന്റെ തോന്നിവാസം നാട്ടിലെ രാജകുത്വം സൃഷ്ടിക്കുന്നു. കേരളം ഭരിക്കുന്നത് വനം വകുപ്പായി മാറി റവന്യൂ ഭൂമി പോലും വനമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും MP. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കൊച്ചിയിലെ ബാർ ഉടമയെ താമസിച്ചിരുന്ന റിസോർട്ടിന്റെ താഴ്ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് എറണാകുളം കാക്കനാട് ഒലിമുകൾ സ്വദേശി ജിനി ജോസഫ്. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ കാലവർഷം അതിശക്തം. ശക്തമായ മഴയിലും കാറ്റിലും ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ ജില്ലയിൽ ഒട്ടേറെ നാശനഷ്ടങ്ങളുണ്ടായി. ദേവികുളം താലൂക്കിലെ മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 4 കുടുംബങ്ങളിൽ നിന്നുള്ള 17 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ മഴയെ തുടർന്ന് നിരവധിയിടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മരം വീണ പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി. ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കനത്ത കാറ്റിനെ തുടർന്ന് 66 kV ടവർ ലൈനിലേക്ക് കൂറ്റൻ മരങ്ങൾ വീണ കുളമാവ് KECB സബ്സ്റ്റേഷന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും ഗതാഗത തടസ്സമുണ്ടായി. നീരിമംഗലം മൂന്നാർ റോഡിലെ നിരവധിയിടങ്ങളിൽ മരം വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. മൂന്നാറിൽ നിന്നും വട്ടവടയ്ക്കും മറയൂരിനുമുള്ള റോഡുകളിലും മണ്ണിടിഞ്ഞു വീണു. തൊടുപുഴ കാഞ്ഞാർ വാഗമൺ റോഡിലേക്ക് മരം വീണ ഗതാഗത തടസ്സമുണ്ടായി. അഗ്നിരക്ഷാസേനയ്ക്കും പോലീസിനുമൊപ്പം നാട്ടുകാരും ചേർന്നാണ് എല്ലായിടത്തും തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കട്ടപ്പന നഗരത്തിന് സമീപം ബഹുനില മന്ദിരത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ജില്ലയിൽ ഇതുവരെ 12 വീടുകൾ ഭാഗികമായി തകർന്നതായാണ് ഔദ്യോഗിക കണക്ക്. ഇതിനു പുറമെ ഹെക്ടർ കണക്കിന് കൃഷിയും നശിച്ചിട്ടുണ്ട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കുമളി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും റോഡിലും വെള്ളം കയറി. മുട്ടം തോട്ടുംകരയിൽ പുഴ നിറഞ്ഞ തീരത്തെ വീടുകളിൽ വെള്ളം കയറി. ജലനിരപ്പ് ഉയർന്നതിനാൽ മലങ്കര, കല്ലാർകുട്ടി, ലോവർ പെരിയാർ എന്നീ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നത് സംബന്ധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ഓൺലൈൻ യോഗം ചേർന്നു. ജില്ലാ കളക്ടർ, സബ് കളക്ടർമാർ, ADM, തഹസിൽദാർമാർ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനായി 5 താലൂക്കുകളിലായി 258 സ്ഥലങ്ങൾ കണ്ടെത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ദേവികുളം താലൂക്കിലെ മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 4 കുടുംബങ്ങളിൽ നിന്നുള്ള 17 പേരെ മാറ്റിപ്പാർപ്പിച്ചു. അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രക്കിങ്ങും വിനോദങ്ങളും ഉൾപ്പെടെ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചിരിക്കുകയാണ്. കൂടാതെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ രാത്രി യാത്രാ നിരോധനവും ഏർപ്പെടുത്തി. ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേന ജില്ലയിലെത്തി. വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ ഡോർമെറ്ററിയാണ് NDRF ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുക. പ്രളയ ദുരന്ത മേഖലകളിൽ സേവനം ഉപയോഗപ്പെടുത്താൻ ഡൈവിംഗ് വിദഗ്ധരും സംഘത്തിൽ ഉണ്ട്. ടീം കമാൻഡന്റും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് G ചീനാത്ത, സബ് ഇൻസ്പെക്ടർ സഞ്ജു സിൻഹ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 33 അംഗ സംഘമാണ് ഇടുക്കിയിലെത്തിയത്. വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ ഡോർമെറ്ററിയാണ് NDRF ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുക. പ്രളയം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങി ഏത് പ്രതിസന്ധിയും അതിജീവിക്കുന്നതിനുള്ള പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ. 4 ബോട്ടുകൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ഉപയോഗിക്കുന്ന കട്ടർ മെഷീനുകൾ, സ്കൂബ ഡൈവിംഗ് സെറ്റ്, മല കയറുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങി സർവ്വസന്നാഹങ്ങളും സജ്ജമാണ്. പ്രളയ ദുരന്ത മേഖലകളിൽ സേവനം ഉപയോഗപ്പെടുത്താൻ ഡൈവിംഗ് വിദഗ്ധരുമുണ്ട് സംഘത്തിൽ. വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാൽ പ്രവർത്തിപ്പിക്കാൻ ക്വിക്ക് ഡിപ്ലോയി ആന്റിന സംവിധാനവും ക്യാമ്പിൽ സജ്ജമാണ്. 3 മാസത്തേക്ക് ജില്ലയിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതെന്നും ഏത് സാഹചര്യവും നേരിടാൻ സുസജ്ജമാണെന്നും ടീം കമാൻഡന്റും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് G ചീനാത്ത് പറഞ്ഞു. ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ പ്രളയ ദുരന്തങ്ങൾ, അതുപോലെ മൗണ്ടനിയറിംഗ്, ലാൻഡ്സ്ലൈഡ്, അതുപോലെ ഉരുൾപൊട്ടൽ, അതുകൂടാതെ ഇപ്പോൾ ബിൽഡിംഗ് കൊളാപ്സ്, അതുകൂടാതെ ഇപ്പോൾ ഡ്രൗണിങ് കേസസ്, ഇപ്പോൾ മുങ്ങി മരണം, അതിനോട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഡ്യൂട്ടിക്കായിട്ട് റെഡി ആയിട്ടുള്ളതുകൊണ്ട്
നമ്മൾ ഏകദേശം ഒരു 4 ബോട്ട്, 4 OBM, അതുകൂടാതെ കട്ടിംഗ് എക്യുപ്മെൻറ്റ്സ്, പോരാത്തതിന് റോപ്പ് റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ്, മൗണ്ടനിയറിംഗ് എക്യുപ്മെൻറ്റ്സ്, ഡീപ് ഡൈവിംഗ് സെറ്റ്, സ്കൂബ ഡൈവിംഗ് ടീം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടാതെ മറ്റെന്ത് തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ വേണ്ടിയിട്ടും ടീം ട്രെയിൻഡുമാണ്, തയ്യാറുമാണ്. ഈ ടീം മൺസൂൺ മുഴുവനാക്കുന്നതുവരെ ടീം ഇവിടെ ഡിപ്ലോയിഡ് ആയിരിക്കും. സംഘം ചൊവ്വാഴ്ച പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തും. ചെന്നൈ ആരക്കോണത്തെ ക്യാമ്പിൽ നിന്നും തൃശൂരിൽ നിന്നുമാണ് സംഘം ഇടുക്കിയിലെത്തിയത്. കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ADM ഷൈജു P ജേക്കബ് എന്നിവർ ചേർന്ന് NDRF സംഘത്തെ സ്വീകരിച്ചു. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കലിതുള്ളി കട്ടപ്പനയാർ. ശക്തമായ മഴയിൽ കട്ടപ്പനയുടെ വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവിധയിടങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞു വീണു. ചെറിയ തോതിൽ മണ്ണിടിച്ചിലുമുണ്ടായി. മൺസൂൺ തുടങ്ങി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് വിവിധയിടങ്ങളിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കട്ടപ്പന നഗരസഭയിലും ചുറ്റുപാടും ശക്തമായ മഴയാണ് ഏതാനും ദിവസമായി ലഭിച്ചിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച പുലർച്ചെ മുതൽ അതിശക്ത മഴയും ശക്തമായ കാറ്റുമാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് കട്ടപ്പനയാറിൽ അതിശക്തമായ ജലമൊഴുക്ക് തുടങ്ങിയത്. മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ കട്ടപ്പനയാർ കലങ്ങി മറിഞ്ഞൊഴുകിയിരുന്നുവെങ്കിലും മൺസൂണിന്റെ തുടക്കത്തിൽ ഇതാദ്യമായിട്ടാണ്. വിവിധയിടങ്ങളിൽ കരകവിഞ്ഞാണ് ആർ ഒഴുകുന്നത്. അതോടൊപ്പം കട്ടപ്പനയാറിലേക്ക് വന്നു ചേരുന്ന വിവിധ കൈത്തോടുകളും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പലയിടങ്ങളിലും പാലങ്ങളോടൊപ്പം ജലനിരപ്പ് ഉയർന്നു. ആറിന്റെ തീരത്തുള്ള വിവിധ കൃഷിയിടങ്ങളിലും വെള്ളം കയറി. ശക്തമായ കാറ്റിൽ വിവിധയിടങ്ങളിലാണ് മരങ്ങൾ കടപുഴുകി വീഴുകയും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തിരിക്കുന്നത്. അടിമാലി കുമളി ദേശീയപാതയിൽ കരിമാനിപ്പടി ബൈപ്പാസ് റോഡിന് സമീപവും ചപ്പാത്തിലും ഭീമൻ മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് ഇവ നീക്കം ചെയ്തത്. അതിനോടൊപ്പം ദേശീയപാതയിൽ ഇടുക്കിക്കവലയ്ക്ക് സമീപം ഉണ്ടായിരിക്കുന്ന വെള്ളക്കെട്ട് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമാകുന്നു. ഓടയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം വലിയ വെള്ളക്കെട്ടാണ് പാതയിൽ ഉണ്ടായിരിക്കുന്നത്. മേട്ടുക്കുടിയിലും കടശിക്കടവിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്തളംപാറ കാവുംപടി PK ഷാജിയുടെ ഉടമസ്ഥരുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. കട്ടപ്പന ചേന്നാട്ടുമറ്റം ജംഗ്ഷനിൽ മുസ്ലിം പള്ളിക്ക് സമീപം ഉച്ചതിരിഞ്ഞ് 2:45 സ്വകാര്യ വസ്ത്രവ്യാപാരശാല പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി നിലം പതിച്ചു. കട്ടപ്പന നഗരസഭയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വേണ്ട മുൻകരുതലുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. നഗരസഭാ അധികൃതർ വളരെ കരുതലോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ 34 വാർഡുകളിൽ എവിടെയെങ്കിലും കാലവർഷക്കെടുതികൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ നമ്മുടെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടേണ്ടതാണ്. റോഡുകളിൽ മണ്ണിടിഞ്ഞ് വീഴുക, അല്ലെങ്കിൽ മറ്റ് വഴികളിൽ വഴി തടസ്സമുണ്ടാകുക, മരം വീഴുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെല്ലാമുള്ള മുൻകരുതലുകൾ JCB അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇരട്ടയാർ ഈട്ടുതോപ്പിലും വെട്ടിക്കാമറ്റത്തും മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടിഞ്ഞമലയിൽ വൈദ്യുതി പോസ്റ്റ് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് പതിച്ച അപകടമുണ്ടായി. ശക്തമായ കാറ്റാണ് മേഖലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇരട്ടയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചു. കാഞ്ചാർ പഞ്ചായത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. നിലവിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജലാശയങ്ങളിലേക്കുള്ള സന്ദർശനം നിരോധിച്ചിരിക്കുകയാണ്. മഴ ശക്തമായാൽ അഞ്ചുള്ളി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തും. നിലവിൽ അഞ്ചുള്ളിയിലേക്കുള്ള പാതയുടെ ഭാഗമായി ജോണിക്കട പാലത്തിൽ വെള്ളം കയറി. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണുപണികൾ പുരോഗമിക്കുന്ന ചപ്പാത്തടക്കമുള്ള ഇടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ മരച്ചില്ലകളടക്കം ഒടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ വൈദ്യുതി തടസ്സവും ഉണ്ടാകുന്നു. അതോടൊപ്പം റോഡിൽ മഴവെള്ളത്തിൽ ഒലിച്ചു വന്ന ചെളിയും കല്ലുകളും ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതിനും കാരണമായിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ വാർഡ് മെമ്പറെയോ പഞ്ചായത്ത് അധികൃതരെയോ ബന്ധപ്പെടണമെന്നും ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. കാലവർഷം ശക്തമായിരിക്കുകയാണ്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാലവർഷക്കെടുതി മൂലമുണ്ടാകുന്ന അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ മഴയിനാൽ മാറ്റിപ്പാർപ്പിക്കേണ്ടതായ ആളുകളുണ്ടെങ്കിൽ അവരുടെ എല്ലാം ലിസ്റ്റ് എടുക്കുകയും ഇന്നലെ എല്ലാ വാർഡുകളിലും ഗ്രാമസഭയോട് കൂടി സന്നദ്ധ സേനാംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും 25 വീടുകൾക്ക് ഒരാളെ ഒരു വോളണ്ടിയർ എന്ന നിലയ്ക്ക് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാമ്പെല്ലാം പോയി ഇന്നലെ നോക്കുകയും മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇടുക്കിയിലെ കർഷകരെ കുടിയിറക്കാനുള്ള ഗൂഢാലോചനകൾ വനംവകുപ്പ് വഴി സർക്കാർ നടപ്പിലാക്കുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP. വനംവകുപ്പിന്റെ തോന്നിവാസം നാട്ടിലെ രാജകുത്തം സൃഷ്ടിക്കുകയാണ്. കേരളം ഭരിക്കുന്നത് വനംവകുപ്പായി മാറിയിരിക്കുന്നു.
റവന്യൂ ഭൂമി പോലും വനമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആനയിറങ്കലടക്കമുള്ള ടൂറിസം മേഖലകൾ വനംവകുപ്പ് അധീനപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒരു ഭാഗത്ത് ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് ഇരയാക്കുകയും മറുഭാഗത്ത് കുടിയിറക്കുന്നതിനുള്ള നീക്കവും നടക്കുന്നു. സാധാരണക്കാരുടെ നീതി നിഷേധിക്കുന്ന തരത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നയം വനംവകുപ്പ് നടപ്പിലാക്കുമ്പോൾ സർക്കാരും CPM-ന്റെ ഉന്നത നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും MP കട്ടപ്പനയിൽ പറഞ്ഞു. വനം വകുപ്പ് അവരുടെ തോന്നിവാസം ഈ നാട്ടിൽ വലിയ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. സത്യത്തിൽ നാട് ഭരിക്കുന്നത് പിണറായി വിജയനല്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇടുക്കിയിലെ കർഷക ജനതയെ കുടിയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ളത്. അതിന്റെ ഇംപ്ലിമെന്റേഷനാണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റവന്യൂ ഭൂമിയിൽ പോലും വനംവകുപ്പ് കയറി ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് അവിടെ മുഴുവൻ വനമാണെന്നുള്ള ചിത്രീകരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലകളിൽ കൂടുതൽ വനഭൂമി ഉണ്ട് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി അവർ ഗൂഢാലോചന നടത്തി. പല മേഖലകളിലും വിജ്ഞാപനം പുറത്തിറക്കി. CHR 2,15,000-അപ്പുറം വരുന്ന ഏക്കർ ഭൂമി വനഭൂമിയാണ് എന്ന് സുപ്രീം കോടതിയിൽ വരെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോലും സത്യവാങ്മൂലം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നില്ലേ? ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയമാണ്. ആ നയം നടപ്പിലാക്കുന്ന ഏജൻസി മാത്രമായി വനംവകുപ്പ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ കുടിയിറക്കി അവിടെ നിന്ന് ആട്ടിപ്പായിക്കുക, റവന്യൂ ഭൂമിയും കൈവശ ഭൂമിയും ഒക്കെ വനമാണ് എന്ന് ചിത്രീകരിച്ച് അവിടെ വനമാക്കി ഭാവിയിൽ മാറ്റിയെടുക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയാണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയുന്ന പ്രശ്നമില്ല. ശക്തമായ പ്രതിഷേധം നാടിന്റെ വിവിധ മേഖലകളിലുണ്ട്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ പ്രതിഷേധത്തിനോടൊപ്പം ഞാനും അണിചേരുകയാണ്. നമ്മുടെ ടൂറിസം മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പോലും ഇപ്പോൾ നിർത്തിവെക്കപ്പെടുന്നു. കാർഷിക മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് കൃഷിക്കാരെ കുടിയിറക്കി വിടുന്നു. അനധികൃതമായി വനംവകുപ്പ് ബോർഡ് സ്ഥാപിക്കുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടാണ് വ്യക്തമാക്കേണ്ടത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതോടൊപ്പം തന്നെ CPM-ന്റെ ഉന്നത നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. ഇത് ഈ സർക്കാരിന്റെ നയമാണ്. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കൊച്ചിയിലെ ബാർ ഉടമയെ താമസിച്ചിരുന്ന റിസോർട്ടിന്റെ താഴ്ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇയാൾ മുറിയിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എറണാകുളം കാക്കനാട് ഒലിമുകൾ സ്വദേശി ജിനി ജോസഫാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പഴയ മൂന്നാർ ഹൈറേഞ്ച് ക്ലബ്ബ് പാലത്തിന് സമീപമുള്ള റിസോർട്ടിലാണ് കൊച്ചിയിലെ ബാറുടമയായ എറണാകുളം കാക്കനാട് ഒലിമുകൾ സ്വദേശി ജിനി ജോസഫ് താമസിച്ചിരുന്നത്. വെള്ളിയാഴ്ചയായിരുന്നു ഇദ്ദേഹം തനിച്ച് റിസോർട്ടിലെ 5-ാം നിലയിൽ മുറിയെടുത്തത്. ഞായറാഴ്ച രാത്രി 8:30-യോടെ ജിനി ജോസഫിനെ റിസോർട്ടിന്റെ താഴ്ഭാഗത്ത് വീണു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി മൃതദേഹം തുടർ നടപടികൾ പൂർത്തീകരിച്ച മോർച്ചറിയിലേക്ക് മാറ്റി. ജിനി ജോസഫ് മുറിയിൽ നിന്നും താഴേക്ക് ചാടി ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് അഞ്ചുമുക്കിൽ വൃദ്ധനെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുപ്പറമ്പിൽ മോഹനനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൂന്നാറിൽ ഭീതി പരത്തി ആളുകളെ ആക്രമിച്ച തെരുവുനായ ചത്തു. 2 ദിവസങ്ങളായി നിരവധി ആളുകൾക്ക് മൂന്നാറിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. രാവിലെ 2 പേരെയും നായ ആക്രമിച്ചു. നായയുടെ കടിയേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മൂന്നാർ ടൗണിൽ അലഞ്ഞുതിരിഞ്ഞിരുന്ന തെരുവുനായ ഒരു ദിവസം മുഴുവൻ ആളുകളിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു. 2 ദിവസങ്ങളിലായി നിരവധി ആളുകൾക്കാണ് മൂന്നാർ ടൗണിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീണ്ടും 3 പേർക്കും രാവിലെ 2 പേർക്കും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഒരേ നായയാണ് എല്ലാവരെയും ആക്രമിച്ചത്. ഈ നായ ചൊത്തതായും നാട്ടുകാർ പറഞ്ഞു. GH பகுதியில் மரணப்பட்டு கிடக்குன்னு சொல்லி சொன்னாங்க. வந்து பார்த்தா வண்டியில் அடிபட்டு இறந்து கிடந்துச்சு. இன்னைக்கு காலையிலும் GH பகுதியில் ஒரு 8 மணி அளவில் ஒரு ஆளை கடிக்கப்பட்டிருக்குது. உடனடியாக சம்பந்தப்பட்ட அதிகாரிகள் ஹெல்த் டிபார்ட்மெண்ட்டுக்கும் வெட்டினரி ஹாஸ்பிட்டலுக்கு இதை அறிவிச்சிருக்கோம். பாய்க்குள்ள நடவடிக்கைகள் எடுப்பதற்கு வேண்டி அது மூணாருடைய வேஸ்ட் மேனேஜ்மெண்ட் தொழிலாளிகளை வச்சு சூப்பர்வைசர்மாரில் வச்சு அதனுடைய எங்கேயா கொண்டு போய் அதனுடைய அடக்கம் பண்ணுறதுக்குள்ள விஷயங்கள். കഴിഞ്ഞ ദിവസം നായ പരിഭ്രാന്തി പരത്തിയതോടെ പിടികൂടുവാനുള്ള ശ്രമം നടന്നിരുന്നു. ഇതിനുശേഷവും നായ പരാക്രമം തുടർന്നു. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ നായയ്ക്ക് വിഷബാധയുണ്ടോ എന്ന കാര്യത്തിലടക്കം പരിശോധന നടത്തി സ്ഥിരീകരിക്കേണ്ടതായുണ്ട്. ഈ നായ മറ്റു നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിതി സങ്കീർണമാകും. മൂന്നാർ മേഖലയിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു.
മഴ പെയ്യുകയും വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കുകയും ചെയ്തിട്ടും മൂന്നാർ മേഖലയിൽ കാട്ടാനകൾ കാടിറങ്ങുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നു. നല്ലതണ്ണി ഐറ്റിഡിയിലാണ് വിരിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന എത്തിയത്. ആന പ്രദേശത്ത് കൃഷിനാശം വരുത്തി. കാലവർഷത്തിനൊപ്പം കാട്ടാനശല്യം കൂടി രൂക്ഷമായാൽ ജീവിതം ദുസ്സഹമാകുമെന്ന് തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നു. മഴ പെയ്ത് വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കുന്നതോടെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാനശല്യം കുറയുമെന്നായിരുന്നു തൊഴിലാളി കുടുംബങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ മഴക്കാലം എത്തിയിട്ടും കാട്ടാനകൾ കാട് കയറാൻ തയ്യാറായിട്ടില്ല. നല്ലതണ്ണി ഐറ്റിഡിയിലാണ് കഴിഞ്ഞ ദിവസം വിരിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന എത്തിയത്. ആന പ്രദേശത്ത് കൃഷിനാശം വരുത്തി. നല്ലതണ്ണി കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപമുള്ള പ്രദേശമാണിവിടം. ഈ മേഖലയിൽ ഒറ്റക്കൊമ്പനടക്കം വേറെയും കാട്ടാനകൾ തമ്പടിച്ച് ചുറ്റിത്തിരിയുന്നുണ്ട്. ഇതും ആളുകളിൽ ആശങ്കയാണ്. വനത്തിൽ തീറ്റയും വെള്ളവും ലഭിച്ചു തുടങ്ങിയിട്ടും കാട് കയറാത്ത കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാണ്. കാലവർഷത്തിനൊപ്പം കാട്ടാനശല്യം കൂടി രൂക്ഷമായാൽ ജീവിതം ദുസ്സഹമാകുമെന്ന് തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നു. കാട്ടാനകൾക്ക് പുറമെ പുലിയുടെയും കടുവയുടെയും എല്ലാം സാന്നിധ്യവും തോട്ടം മേഖലയിൽ കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. മൂന്നാറിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാകുമ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്തു നിന്നും പുലി നായയെ ആക്രമിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾക്ക് ആശങ്കയുളവാക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദേവികുളം റേഞ്ച് ഓഫീസർക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ നിവേദനം നൽകി. നടപടി ഉണ്ടായില്ലെങ്കിൽ DFO ഓഫീസിനു മുന്നിൽ സമരം നടത്തുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ദേവികുളം മേഖലയിലെ വിവിധയിടങ്ങളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു വളർത്തുനായിയെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്കകം പുലിയെ കൂടുവെച്ച് പിടികൂടാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ജനപ്രതിനിധികളടക്കം DFO ഓഫീസിന് മുമ്പിൽ സമരം നടത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ പറഞ്ഞു. அவங்க கண்டிப்பா இதுக்கு ஒரு ஆக்ஷன் எடுக்கிறேன்னு சொல்லியிருக்காங்க. ஆக்ஷன் எடுக்கல அப்படின்னு சொன்னா நம்ம ஜனப்பிரதி எல்லாரும் சேர்ந்து DFO ஆபீஸ் முன்னாடி நாங்க குத்திருப்பு சமரம் செய்யறதுக்கு தீர்மானிச்சிருக்கோம். அதனால கண்டிப்பான முறையில் ஒரு வாரத்துக்குள்ள ஒரு ஆக்ஷன் எடுக்கணும்னு நினைக்கிறோம். இல்லைனா நம்ம எங்களுடைய மக்களை காப்பாற்ற நாங்கள் கண்டிப்பாக தோட்ட மேഖலை காப்பாற்ற கண்டிப்பாக நாங்கள் ஒரு குத்திருப்பு சமரம் நடத்துவோம். അതേസമയം കഴിഞ്ഞ ദിവസം നായയെ പുലി ആക്രമിച്ച സംഭവം വളരെ ഗൗരവമായി തന്നെ എടുത്തതായി വനംവകുപ്പ് വ്യക്തമാക്കി. സംഭവസ്ഥലത്ത് അന്നു മുതൽ സ്ഥിരമായി RRT സംഘത്തെ നിയോഗിച്ചതായും ദേവികുളം റേഞ്ച് ഓഫീസർ പറഞ്ഞു. അന്ന് മുതൽ സ്ഥിരമായിട്ട് ദേവികുളത്തിലെ RRT ടീം നിരീക്ഷിച്ചു വരികയാണ്. മറ്റ് സാന്നിധ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഉള്ള കാര്യങ്ങളും തിരക്കി വരുന്നുണ്ട്. ഇതിന്റെ സ്ഥിരമായ ഒരു പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരം കാണുന്നതിനായിട്ടുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുന്നു. തോട്ടം മേഖലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകൾ കൊണ്ട് വന്യജീവി ആക്രമണത്തിൽ 100-ലധികം കന്നുകാലികളാണ് തൊഴിലാളികൾക്ക് നഷ്ടമായിട്ടുള്ളത്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ ചെറുതോണിക്കും കുളമാവിനും ഇടയിൽ പോലീസ് വാഹനവും കാറും കൂട്ടിയിടിച്ചു 2 പേർക്ക് പരിക്ക്. തങ്കമണി സ്വദേശി ജോഷി മാക്കിമറ്റത്തിലും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിലേക്കാണ് പോലീസ് വാഹനം ഇടിച്ചു കയറിയത്. ഇടുക്കി ഫോട്ടോഗ്രാഫിക് ബ്യൂറോയുടെ വാഹനമാണ് കാറിലിടിച്ചത്. അപകടത്തിൽ ജോഷിക്കും ഭാര്യ ലിൻസിക്കും പരിക്കേറ്റു. ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിന് സമീപം കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്നാണ് യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. റോഡിൽ വളരെ തിരക്കുള്ള സമയത്തായിരുന്നു യുവാക്കൾ അഭ്യാസ പ്രകടനത്തിന് മുതിർന്നത്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വെച്ചാണ് യുവാക്കൾ ഇത്തരത്തിൽ കാറിൽ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്നായിരുന്നു യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. റോഡിൽ വളരെ തിരക്കുള്ള സമയത്തായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം. യുവാക്കൾ സഞ്ചരിച്ച വാഹനത്തിന് പിന്നാലെ എത്തിയവരാണ് സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇത്തവണ മൂന്നാറിൽ തിരക്ക് വർദ്ധിച്ചതോടെ ഇത്തരത്തിൽ വാഹനങ്ങളിൽ സാഹസിക യാത്ര നടത്തിയ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിയമ നടപടികൾക്കൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും യുവാക്കൾ സാഹസത്തിന് മുതിരുന്നത് ഇപ്പോഴും തുടരുകയാണ്. രാജ്യം കണ്ടതിൽ വെച്ച ഇത്രയും വിപ്ലവകരമായ സാമൂഹ്യക്ഷേമ പദ്ധതി ICDS അല്ലാതെ മറ്റൊന്നില്ലെന്ന ഡീൻ കുര്യാക്കോസ് MP. കട്ടപ്പന വലിയപാറ അങ്കണവാടിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും നഗരസഭാ ഫണ്ടിൽ നിന്ന് 9.5 ലക്ഷം രൂപയും സന്നദ്ധ സംഘടനകളുടെ 50,000 രൂപയും ഉപയോഗിച്ചാണ് വലിയപാറ അങ്കണവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 35 വർഷം പഴക്കമുള്ള പഴയ കെട്ടിടത്തിലായിരുന്നു അങ്കണവാടി പ്രവർത്തിച്ചു വന്നിരുന്നത്. ഈ കെട്ടിടം തീർത്തും ശോചനീയാവസ്ഥയിലായിരുന്നു.
തുടർന്ന് വാർഡ് കൗൺസിലർ സിജു ചക്കമൂട്ടിലിന്റെ പരിശ്രമത്തിനൊടുവിലാണ് വിവിധ ഫണ്ടുകൾ അനുവദിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. രാജ്യം കണ്ടതിൽ വെച്ച് ഇത്രയും വിപ്ലവകരമായ സാമൂഹിക ക്ഷേമ പദ്ധതി ICDS അല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ ഓരോ സാഹചര്യങ്ങളാൽ ഉണ്ടാകുന്ന ഫണ്ടിന്റെ അപര്യാപ്തത ഒരു പരിമിതിയായി നിലനിൽക്കുകയാണെന്നും MP പറഞ്ഞു. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പക്ഷെ നമ്മുടെ പരിമിതി എന്ന് പറയുന്നത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫണ്ടിന്റെ അപര്യാപ്തത ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ ഈ അംഗൻവാടി കെട്ടിടങ്ങളുടെ മൊത്തത്തിലുള്ള ചിത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മള് പല സ്കീമുകളുണ്ട്. പക്ഷെ ആ സ്കീമുകൾ എല്ലാം എടുത്ത് ഉപയോഗിച്ചാൽ പോലും ഒരു നല്ല കെട്ടിടം പണി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. ഇപ്പൊ സ്മാർട്ട് അംഗൻവാടിയുടെ കാലഘട്ടമാണ്. നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു പഠനാന്തരീക്ഷം കൊടുക്കുന്നതിന് വേണ്ടി സത്യത്തിൽ ഒരു പാർക്കിലൊക്കെ പോകുന്ന ഒരു പ്രതീതിയാണ് ഈ സ്മാർട്ട് അംഗൻവാടിയുടെ ഒക്കെ ഒരു പശ്ചാത്തലം. അപ്പൊ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവിടെ തന്നെ കഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നല്ല കെട്ടിടം പണിത്. പഴയ കെട്ടിടമാകുമ്പോൾ അതിന്റെ ശോചനീയാവസ്ഥയുണ്ട്. അപ്പോൾ ഈ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 15 ലക്ഷം രൂപയോളം മുതലുകൾക്കുണ്ടായി. ആ 15 ലക്ഷം രൂപ കണ്ടെത്തിയതിന്റെ ക്രമീകരണത്തെ കുറിച്ചാണ് വാർഡ് കൗൺസിലർ സൂചിപ്പിച്ചത്. 5 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന് വെച്ചു. ബാക്കിയുള്ള പൈസ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വകയിരുത്തി. പിന്നെ അതിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലയൺസ് ക്ലബിന്റെയും റോട്ടറി ക്ലബിന്റെയും ഒക്കെ നല്ല ഒരു സഹായം ഉണ്ടായി. അപ്പൊ ഫലത്തിൽ ഇപ്പോ സ്മാർട്ട് അംഗൻവാടിയുടെ ഒരു ഗ്രേഡിലേക്ക് വേണമെങ്കിൽ നമ്മളത് എത്തിച്ചിരിക്കുകയാണ്. 20 കുട്ടികളാണ് അങ്കണവാടിയിൽ പഠനം നടത്തുന്നത്. ചോർന്നൊലിക്കാത്ത ഒരു അങ്കണവാടി കെട്ടിടം എന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ നാളുകളായിട്ടുള്ള സ്വപ്നമായിരുന്നു. ഉദ്ഘാടന യോഗത്തിൽ ഫണ്ട് അനുവദിച്ച ഇടുക്കി MPയെയും മാതൃകയായ നിരവധി ആളുകളെയും ആദരിച്ചു. അങ്കണവാടിക്കായി TV-യും സമ്മാനിച്ചു. ഉദ്ഘാടന യോഗത്തിന് വാർഡ് കൗൺസിലർ സിജു ചക്കമൂട്ടിൽ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, അങ്കണവാടി വർക്കർ B ബിന്ദു, നഗരസഭാ കൗൺസിലർ സിബി പാറപ്പായി, വനിതാ ശിശുവികസന ഓഫീസർ R ലേഖ, ICDS സൂപ്പർവൈസർ ദീപ സെബാസ്റ്റ്യൻ, വർക്കേഴ്സ് ലീഡർ PG വിനിമോൾ, K ലത, EK നിർമ്മല, ജിതിൻ കൊല്ലംകുടി തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടിയാർ കാറ്റാടിക്കവല 6-ാം വാർഡ് ADS വാർഷികാഘോഷം നടന്നു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇരട്ടിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് ICDS വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ രജി ഇരുപ്പുലക്കാട്ട് അധ്യക്ഷനായിരുന്നു. CDS സെക്രട്ടറി രമ്യ സുബിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയധികം വിജയകരമായ തലത്തിൽ നടത്തുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. നമ്മുടെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ 71 പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനം നല്ല നിലയിലാണ് പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും അഭിമാനിക്കത്തക്ക ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയായി ഇത് മാറിയിട്ടുണ്ട്. ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു. ലോകത്തിന് മുൻപിൽ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് കുടുംബശ്രീ നിൽക്കുകയാണ്. യോഗത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൂടാതെ എല്ലാ ADS മീറ്റിംഗുകളിലും ഹാജരായ അംഗങ്ങൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. CDS ചെയർപേഴ്സൺ സനില ഷാജി ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ധനേഷ് B, ADS പ്രസിഡന്റ് സോളി സിബിച്ചൻ, ബിന്ദു സതീഷ് എന്നിവർ സംസാരിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും കട്ടപ്പന ഹാർമണി ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു. ജാൻസി തോമസ്, ഷീജ മാണി, ഷാൻഡി ജോയി, ബിൻസി സജി, രഞ്ജിഷ ഷിബു, സ്മിത ഷാജി, ജാൻസി തോമസ് എന്നിവർ നേതൃത്വം നൽകി. ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെയും മാട്ടുകെട്ട ബ്രദറൻ ചർച്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം നടന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു. നിർധനരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെയും മാട്ടുകെട്ട ബ്രദറൻ ചർച്ചിന്റെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും പഠനോപകരണങ്ങൾ നൽകി വരാറുണ്ട്.
ഈ സാഹചര്യത്തിലാണ് അയ്യപ്പൻകോവിൽ മേഖലയിലെ 50-ലധികം കുട്ടികൾക്കായി ഇത്തവണയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും നൽകി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുവിന്റെ അനുയായി സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും അത് തന്നെയാണ്. ഇത്രയും കുട്ടികൾ 50 പേരെങ്കിലും 50 പേർ ഒരാളാണെങ്കിൽ പോലും ഇത്രയും ഒരു സഹായം ലഭിക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കൊരു വഴികാട്ടിയും കൂടി ആയിട്ടാണ് ഇന്നിവിടെ ഇത് മാറുന്ന ഈ സഭ. കാരണം നാളെ നിങ്ങൾ പഠിച്ച് നല്ല നിലയിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ ഈ ഒരു സഹായം അന്നൊരു 10 പേർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അത് അവർക്കൊരു വഴികാട്ടിയായിട്ട് മാറുകയാണ്. ക്രിസ്തീയ ദർശനം വാർത്താപത്രം ചീഫ് എഡിറ്റർ സജി ജോൺ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി, ചാണ്ടിപ്പിള്ള ഫിലിപ്പ്, റിജി ഈട്ടിമൂട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാലവർഷം ശക്തമായതോടെ മലയിടിച്ചിൽ ഭീതിയിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ്. മുൻ വർഷങ്ങളിൽ നിരവധി തവണയാണ് മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ച് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. ഗ്യാപ്പ് റോഡിലെ മലയിടിച്ചിൽ ഭീഷണി മുൻകൂട്ടി അറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനമൊരുക്കുന്ന ദേശീയപാത വിഭാഗത്തിന്റെ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. 2017 ദേശീയപാത നവീകരണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ 8 മണ്ണിടിച്ചിലാണ് ഗ്യാപ്പ് റോഡ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വേനൽ മഴയിലും മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചു. മണ്ണിടിച്ചിലുണ്ടായാൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടും. മേഖലയിലെ അപകട സാധ്യത കുറയ്ക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുമെന്ന് 2 വർഷം മുൻപ് ദേശീയപാത അധികൃതർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മണ്ണിടിച്ചൽ ഉണ്ടാകുന്ന മുമ്പ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയിപ്പൊക്കെ കിട്ടും. അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയവരാണ് ഈ NH-കാർ. ഇനി തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ അടുത്ത് മഴക്കാലം തുടങ്ങി. ഇപ്പോൾ അടുത്തടുത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേപ്പ് റൂട്ടിൽ മണ്ണിടിച്ചൽ ഉണ്ടായി. വണ്ടികൾ മൊത്തം ട്രാഫിക്കായി, റോഡൊക്കെ എല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ഈ മണ്ണിടിച്ചൽ വരുന്ന മുമ്പ് നമുക്ക് അറിയാൻ പറ്റുന്ന ആ മെഷീൻ NH-കാർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വലിയ അപകടത്തിലിരുന്ന് വരുന്ന കാലങ്ങളിൽ നമ്മൾ രക്ഷപ്പെടാം. മാണ്ടി IIT, കരസേന, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ലാൻഡ് സ്ലിപ്പ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഗ്യാപ്പ് റോഡിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു. ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ചിന്നക്കനാൽ, സൂര്യനെല്ലി മേഖലകൾ ഒറ്റപ്പെടും. ഇത് മേഖലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ ചിന്നക്കനാലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ റോഡ് നമുക്ക് ടൂറിസ്റ്റ് വരുന്നവരെ അവർക്ക് വരെ ബാധിക്കുകയാണ്. ഞാൻ മണ്ണിടിച്ചിൽ വരുമ്പോൾ ഈ കല്ലൊക്കെ വന്ന് ചിലപ്പോൾ വണ്ടി റണ്ണിങ്ങിലേക്കുമ്പോൾ ഇടിച്ച് കല്ല് വന്ന് വീണ് കഴിഞ്ഞാൽ അവർക്കും ബാധയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കും ബാധയാണ്. അപ്പോൾ എന്നെ എത്ര ആ മെഷീനൊന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ അത്തരം ആൾക്കാർക്ക് സുരക്ഷിതയാണ്. മുൻപ് കോഴിക്കോട് IIT-യിലെ വിദഗ്ധ സംഘം ഇവിടം സന്ദർശിച്ചിരുന്നു. അപകട സാധ്യതയുള്ള പാറകൾ പൊട്ടിച്ചു നീക്കി ചെരിഞ്ഞ പ്രതലങ്ങളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇതിലും തുടർ നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. നന്നായിട്ട് പേടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ കൂടി യാത്ര ചെയ്യണത്. ഇപ്പോൾ ഗസ്റ്റിനാണെങ്കിലും പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിലും ശരിക്കും നല്ല പേടിയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ മണ്ണിടിഞ്ഞ് വീണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറിയാലോ നിങ്ങൾക്ക്, ഈ മലയുടെ സൈഡും പിന്നെ ഇപ്പുറത്ത് കൊക്കയും ഇപ്പുറവും മലയും, അവിടുന്ന് പിടിഞ്ഞ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപകടമാണ് ഉണ്ടാകാൻ പോണത്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാണല്ലോ. നമ്മൾ അന്നത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇറങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, ശരിയാക്കാനുള്ള ശ്രമം ഉണ്ടാവുക. മുൻവർഷങ്ങളിൽ നിരവധി തവണയാണ് മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ച് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ളത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സ്പെഷ്യാലിറ്റി ഇന്ത്യൻ ഫുഡ് പാർക്സ് എക്സ്പോർട്സ് ഏലക്കാലയിലെ വിവരം. ആകെ നോട്ട് 187. വിൽപ്പനയ്ക്ക് വന്നത് 44,952. വിൽപ്പന നടന്നത് 44,336. കൂടിയ വില 2,876. ശരാശരി വില 2,271. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ. ഏലം കൂടിയ വില 2,150. ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 430. ഗ്രാമ്പു 780. കൊക്കോ 80. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,764 രൂപ. വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ കാലവർഷം അതിശക്തം. ദേവികുളം താലൂക്കിലെ മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 4 കുടുംബങ്ങളിൽ നിന്നുള്ള 17 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴ തുടരുന്നതിനാൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേന ജില്ലയിൽ. കാലവർഷം ശക്തമായതോടെ മലയിടിച്ചിൽ ഭീതിയിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ്. മുൻവർഷങ്ങളിൽ മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ച ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത് നിരവധി തവണ. ഗ്യാപ്പ് റോഡിലെ മലയിടിച്ചിൽ ഭീഷണി മുൻകൂട്ടി അറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്ന ദേശീയപാത വിഭാഗത്തിന്റെ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഇടുക്കിയിലെ കർഷകരെ കുടിയിറക്കാനുള്ള ഗൂഢാലോചനകൾ വനംവകുപ്പ് വഴി സർക്കാർ നടപ്പിലാക്കുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP. വനംവകുപ്പിന്റെ തോന്നിവാസം നാട്ടിലെ രാജകുത്വം സൃഷ്ടിക്കുന്നു. കേരളം ഭരിക്കുന്നത് വനംവകുപ്പായി മാറി റവന്യൂ ഭൂമി പോലും വനമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും MP. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കൊച്ചിയിലെ ബാർ ഉടമയെ താമസിച്ചിരുന്ന റിസോർട്ടിന്റെ താഴ്ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് എറണാകുളം കാക്കനാട് ഒലിമുകൾ സ്വദേശി ജിനി ജോസഫ്. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.